ഏറ്റവും നല്ല എഡിറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഏതാണെന്നൊരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്. പലപ്പോഴും നല്ല സിസ്റ്റം അല്ലെങ്കിൽ നല്ല ഡിവൈസിലേക്ക് മാറിക്കഴിഞ്ഞാൽ, അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ധാരണ കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ വരാറുള്ളത്. അതായത് അവൻ ചെയ്യുന്നൊരു ഔട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു, അതേ സിസ്റ്റം, അതേ ഡിവൈസ്, അതേ സ്പെസിഫിക്കേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു ധാരണയുണ്ട് പലർക്കും. പക്ഷേ ഞാനെപ്പോഴും പറയുന്നു, ഏറ്റവും നല്ല എഡിറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. എന്ത് പരിപാടികളാണെങ്കിലും അതിൻ്റെ പ്രൈമറി കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നതും ഇങ്ങനെ ചെയ്യാം, ഈ ഒരു പാറ്റേൺ പിടിക്കാമെന്നൊക്കെ തീരുമാനിക്കുന്ന ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ ബ്രെയിനാണ്. നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ മറ്റുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ഡിവൈസിൻ്റെ സാധ്യത തേടുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ കുറച്ചും കൂടി നല്ല സ്പെക്കുള്ള സോഫ്റ്റ്വെയർ ഓഫ് കോഴ്സ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സ്മൂത്ത് ആയിരിക്കും, റെൻഡറിങ് ടൈം വളരെ കുറവായിരിക്കും എന്ന് കരുതി നമ്മുടെ സ്കിൽസിൽ അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഏറ്റവും മോശം സിസ്റ്റമാണെങ്കിൽ പോലും നല്ല സ്കില്ലുള്ള ആൾക്കാർക്ക് അതിൻ്റെ കുറുക്ക് വഴിയൊക്കെ ഉപയോഗിച്ച് നല്ല രീതിക്കുള്ള ഔട്ട്പുട്ട് ഇറക്കാൻ കഴിയും. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല എഡിറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിച്ച് അതിൽ പണി ചെയ്യാൻ ആഗ്രഹിക്കാതെ നമുക്കുള്ള സ്ഥാനത്ത് തന്നെ ചെയ്ത് പഠിക്കാം. അങ്ങനെ പഠിക്കുമ്പം ഈ പറഞ്ഞ പോലെ റെൻഡറിങ് സ്പീഡ് അത്ര ഉണ്ടാവില്ല, കുറച്ച് ലാഗ് വരും. അപ്പോൾ ലാഗിനെ മറിക്കാനായിട്ട് നമ്മൾ പുതിയ പുതിയ വഴികൾ ആ സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഏറ്റവും നല്ല എഡിറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പ്രോക്സി എന്താണെന്ന് അറിയാൻ പാടായിരിക്കും. ഓഫ് കോഴ്സ് അറിയാം, എങ്കിലും അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ സ്കിൽസിനെ ബെറ്റർ ആക്കാം എന്നുള്ളത് നമുക്കൊരു പ്രോബ്ലം വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി വർക്ക് ആവുക. അപ്പം അങ്ങനെ വരണമെങ്കിൽ പോലും നമുക്കുള്ള സ്ഥാനത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ സ്കിൽസ് അത്രയും ഡെവലപ്പ് ആവുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഏത് സിസ്റ്റത്തിലേക്ക് വേണമെങ്കിലും ഏത് സോഫ്റ്റ്വെയറിലേക്ക് വേണമെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രൈമറിലി ഏറ്റവും നല്ല എഡിറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് തന്നെയാണ്.